ലക്ഷദ്വീപിലെ ടൂറിസം ദ്വീപുകളിൽ അനധികൃത നിർമ്മാണമെന്ന് പരാതി. നിരവധി തെങ്ങുകൾ വെട്ടി നശിപ്പിച്ചു. തീരദേശ സംരക്ഷണ നിയമം ലംഘിച്ചുവെന്നാണ് ദ്വീപുകാരുടെ പരാതി. ഇന്ന് ലക്ഷദ്വീപ് ഭരണകൂടം ഗുജറാത്ത് ബേസ് ആയി പ്രവർത്തിക്കുന്ന ടൂറിസം കമ്പനിക്ക് തീറെഴുതി നൽകുവാൻ പോവുകയാണ് തിണ്ണകര ദ്വീപ്. അതിന്റെ മുന്നോടിയായി തിണ്ണകരയിലെ ഭൂപ്രദേശത്തുള്ള 500-ഓളം തെങ്ങുകൾ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു. അവിടെയുള്ള ചെറിയ തെങ്ങിൻ തൈകൾ തീ വച്ച് നശിപ്പിച്ചിരിക്കുന്നു. ആകെ ദ്വീപ് ജനതയ്ക്ക് കഴിയുന്നത് നിയമ പോരാട്ടമാണ്. ആ പോരാട്ടം കേരള ഹൈക്കോടതി നടത്തിയിട്ട് സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്ന ഭൂമിയിൽ പോലും ഈ കമ്പനികൾ ഭൂമി കയ്യേറ്റം നടത്തുന്നു എന്ന് പറയുന്നത് തികച്ചും ദൗർഭാഗ്യകരമായ സംഗതികളാണ്. വിശദാംശങ്ങളുമായി ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന സിയാദ്, ലക്ഷദ്വീപുകാരുടെ ആശങ്ക ഏതു രീതിയിലാണ്? സ്വാതി, ടെന്റ് സിറ്റി എന്ന പേരിലാണ് ലക്ഷദ്വീപിലെ ടൂറിസം ദ്വീപായ തിണ്ണകരയിലും അതോടൊപ്പം തന്നെ ബംഗാരത്തും ഇത്തരത്തിൽ നിർമ്മാണം നടക്കുന്നത് എന്നാണ് ദ്വീപുകാർ പറയുന്നത്. തീരദേശ സംരക്ഷണ നിയമത്തിന്റെ ലംഘനമാണ് ഇത്തരം നിർമ്മാണം എന്നാണ് ദ്വീപിൽ നിന്നുള്ള പരാതികൾ. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഈ നിർമ്മാണത്തിന് ചിലയിടങ്ങളിലെ നിർമ്മാണത്തിന് സ്റ്റേ അനുവദിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സ്റ്റേ അനുവദിച്ച സ്ഥലങ്ങളിലും ഇത്തരം നിർമ്മാണം നടക്കുകയാണ്. ഈ തീരദേശത്ത് കോൺക്രീറ്റ് പോലുള്ള നിർമ്മാണങ്ങൾ വിലക്കിയിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള വിലക്കുകളെല്ലാം ലംഘിച്ച് നിർമ്മാണം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർ പ്രധാനമായും പരാതി പറയുന്നത് തെങ്ങുകൾ, ഇവരുടെ ഉപജീവന മാർഗമായ തെങ്ങുകൾ വ്യാപകമായി വെട്ടി നശിപ്പിച്ചാണ് ഈ നിർമ്മാണം നടത്തുന്നത്. ഗുജറാത്തിലെ ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ തെങ്ങുകൾ നശിപ്പിച്ച് ഈ നിർമ്മാണം നടത്തുന്നത് എന്ന പരാതിയാണ് ദ്വീപുകാർ ഉന്നയിക്കുന്നത്. ഏതായാലും ദ്വീപുകാരെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ശരി ഷബ്ന.